നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈൻ അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ആൻഡ് ദി ബഡ്ജറ്റ് ആണ്. നമുക്കറിയാം ഗവൺമെൻറ് ആൻഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഐ ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതൊരു ഹേർട്ട് സോൾ ആണ് സൊസൈറ്റിയുടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Normally, government budget is normally presented by the parliament in the month of February every year. So, parliament every month in the end or ഫെബ്രുവരിയിലാണ് പ്രധാനമായിട്ടും ഗവൺമെൻറ് ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഈ ചാപ്റ്ററിലുടനീളം എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ എന്താണ് ഗവൺമെൻറ് ബഡ്ജറ്റ്, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, റവന്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്തൊക്കെയാണ്, റവന്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ്, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ്, ഫിസിക്കൽ ബെനിഫിറ്റ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈസ് എ ഗവൺമെൻറ് ആൻഡ് ദ ബഡ്ജറ്റ് എന്ന ചാപ്റ്ററിലുടനീളം പറയുന്നത്. Government budget. The budget is government is summary of the otherwise intended to expected revenue anticipated expenditure of any government of any physical or financial year. ഒരു ഫിനാൻഷ്യൽ ഇയർ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയറിൽ ഒരു ഫേംസ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് അവർ പ്രതീക്ഷിക്കുന്ന വരുമാനം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അതിലെ റവന്യൂ നമുക്ക് ഏൺ ചെയ്യാൻ സാധിച്ചോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എ ബഡ്ജറ്റ് ഈസ് ദ കൺസോൾഡേറ്റ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദ ഗവൺമെന്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ പബ്ലിക് റവന്യൂ ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ. നമുക്ക് ലഭിച്ച പബ്ലിക് റവന്യൂ അല്ലെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്ത എക്സ്പെൻഡിച്ചർ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്ത അത്രയും കിട്ടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ബഡ്ജറ്റിലുടനീളം പറയുന്നത്. സോ ഒരു ബഡ്ജറ്റിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം. ടു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദി ബഡ്ജറ്റ് ഈസ് ദ വേരിയസ് കമ്പോണൻസ് ഉണ്ടാവും. സോ ഈസ് ഓൾസോ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ദിസ് ഫിനാൻഷ്യൽ ഇയേഴ്സ് ഹാസ് ടു ബി മെയിൻലി ഡിഫറെന്റ് ഓഫ് ദിസ് ബഡ്ജറ്റ് ഓഫ് ഇൻ 2 പാർട്സ്. ഈ പിക്ചറിൽ നോക്കൂ, ഇതിൽ റവന്യൂ റെസിപ്റ്റ് ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ട്, ടോട്ടൽ റെസിപ്റ്റ് വരുന്നുണ്ട്, അതുപോലെ എക്സ്പെൻഡിച്ചർ. ഇതൊരു ഇയറിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് ദ ഗവൺമെൻറ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇനി റെസിപ്റ്റ് ആണ് ഒരു പറയുന്നത്. റവന്യൂ റെസിപ്റ്റും ക്യാപിറ്റൽ റെസിപ്റ്റുമാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ഇനി റെസിപ്റ്റ്. റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത് ഇസ് എ കറണ്ട് ഇൻകം അല്ലെങ്കിൽ ഗവൺമെൻറ്റ്സ് അത് പറയുന്നതിനെയാണ് റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ടാക്സ് റവന്യൂ വരുന്നുണ്ട്, നോൺ ടാക്സ് റവന്യൂവും വരുന്നുണ്ട്. ടാക്സ് ഈസ് ദ ലീഗലി കമ്പൽസറി പേയ്മെൻറ്റ് ഓഫ് എനി എമൗണ്ട് ഈസ് നോൺ ആസ് ടാക്സ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. ടാക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം കമ്പൽസറി ലെവിഡ് ബൈ ദ ഗവൺമെന്റ് ആണ് ടാക്സ് എന്ന് പറയുന്നത്. എ ടാക്സ് ഈസ് ദ ലീഗൽ കമ്പൽസറി പേയ്മെന്റ് ഓഫ് എനി പീപ്പിൾസ് ആണ്. എ കമ്പൽസറി വിത്തൗട്ട് റെഫറൻസ് ഓഫ് എനി ഡയറക്റ്റ് ബെനിഫിറ്റ് ഓഫ് ദി റിട്ടേൺസ് ഈസ് ഇമ്പോസ്ഡ് ബൈ ദ പീപ്പിൾ ഈസ് ഓൾസോ കോൾഡ് ടാക്സ് റവന്യൂ. സോ നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈസ് ടാക്സ് റവന്യൂവിൽ വരുന്നത് തന്നെയാണ് ഇൻകം ടാക്സ്, സോ കോർപ്പറേഷൻ ടാക്സ്, വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ് എക്സെട്ര. സോ ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ് വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, അതുപോലെ തന്നെ സർവീസ് ടാക്സ് മുതലായവ. സോ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ലെവിഡ് ബൈ ദ ഇൻഡിവിജ്വൽ ഫേംസ് ഡയറക്ട്ലി ത്രൂ ദ ഗവൺമെന്റ് പെയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത് ഡയറക്റ്റ് ടാക്സ് ആണ്. സോ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡയറക്ട്ലി ആണ്, വേറൊരു തേർഡ് പേഴ്സൺ വഴിയാണ് പേ ചെയ്യുമെങ്കിൽ അതിൽ ഇൻഡയറക്റ്റ് ടാക്സ് വരുന്നുണ്ട്. ജനറലി ഡയറക്റ്റ് ടാക്സ് ഒരു പ്രോഗ്രസീവ് നാച്ചുറലാണ്. സോ ഇൻഡയറക്റ്റ് ടാക്സ് ഹാസ് ടു ബി പ്രൊപ്പോർഷനേറ്റീവ് നാച്ചുർ. ദർ ആർ ടു ബി ലിമിറ്റഡ് ഡു നോട്ട് റീച്ച് ഓഫ് ദി സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. ഇറ്റ് ഹാസ് ബി വൈഡർ എഫക്റ്റ് ആണ് ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഇനി നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് ദ ഗവൺമെന്റ് സോഴ്സ് ഓഫ് ദിസ് നോൺ ടാക്സ് റവന്യൂ ഇസ് എ മേജർ സോഴ്സസ് ഓഫ് ഇനി ഗവൺമെന്റ് ആണ്. അതിൽ കൊമേഴ്ഷ്യൽ റവന്യൂ വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ വരുന്നുണ്ട്. കൊമേഴ്ഷ്യൽ റവന്യൂ എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റവന്യൂ ആണ്. ഇലക്ട്രിസിറ്റി സർവീസസിനൊക്കെ പേ ചെയ്യുന്ന റവന്യൂവിനെ പറയുന്ന പേരാണ് കൊമേഴ്ഷ്യൽ റവന്യൂ. സോ അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ എന്ന് പറയുന്നത് ഫീസ് ഇൻ ദ ഫോംസ് ഓഫ് പാസ്പോർട്ട് ഫീ, ഫൈൻസ് ആൻഡ് പെനാലിറ്റീസ്, ഇൻട്രസ്റ്റ് റെസിപ്റ്റ്, പ്രോഫിറ്റ്, അതിൽ പറയുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ എന്നത്. ഇനി ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെസിപ്റ്റ് ആണ്. സോ ദിസ് റെസിപ്റ്റ് ഹാസ് ടു ബി ഗവൺമെന്റ് എയ്തർ ടു ക്രിയേറ്റ് ദ ലയബിലിറ്റി ടു ദ റിഡക്ഷൻ ഓഫ് ഇനി അസറ്റ്സ് ഓഫ് ഇനി ഗവൺമെന്റിൽ വരുന്നതാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന്. ദ മേജർ സോഴ്സസ് ഓഫ് ഇനി ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് ബോറോയിങ്സ്, റിക്കവറീസ്, ലോൺസ് തുടങ്ങിയവയൊക്കെയാണ് ക്യാപിറ്റൽ റെസിപ്റ്റിൽ വരുന്നത്. സോ ഡൊമസ്റ്റിക് ബോറോയിങ്സ് വരാം, അതിൽ എക്സ്റ്റേണൽ ബോറോയിങ്സ് വരാം, റിക്കവറി ലോൺസ് വരാം, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വരാം, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇനി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറുമാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത് ബിൽഡിങ്സ്, റോഡ്സ്, റെയിൽവേ ലൈൻസ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചിലവായ എമൗണ്ട് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത് ഈസ് ഓൾസോ മെയിൻലി known as revenue expenditure is known as revenue expenditure. Asset not reduce liability എന്നാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ പറയുന്നിരിക്കുന്നത്.
അതിൽ പ്ലെയിൻ എക്സ്പെൻഡിച്ചേഴ്സും നോൺ പ്ലെയിൻ എക്സ്പെൻഡിച്ചേഴ്സും വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇനി ബാലൻസ്ഡ് ബഡ്ജറ്റ് ഇൻ വേഴ്സസ് ആൻഡ് ദ ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഓർ ദ സർപ്ലസ് ബഡ്ജറ്റ്. ഇതാണ് ബഡ്ജറ്റ്. അതായത് ബാലൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ബഡ്ജറ്റ് റെസിപ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ ചെയ്താൽ നമുക്ക് ബാലൻസ് ബഡ്ജറ്റ് കിട്ടുന്നതായിരിക്കും. സോ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ another also total budget expenditure. Surplus budget is the total budget receipt is greater than total budget expenditures എന്നുള്ളതാണ് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഉണ്ട്. അതിൽ റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഈസ് എക്സസ് ഓഫ് എനി ടോട്ടൽ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആൻഡ് ദ ടോട്ടൽ റവന്യൂ ഓഫ് റെസിപ്റ്റ് ആയിരിക്കും. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഈസ് എക്സസ് ഓഫ് ദി ടോട്ടൽ എക്സ്പെൻഡിച്ചേഴ്സ് ആസ് ടു ബി റെസിപ്റ്റ് എക്സ്ക്ലൂഡിംഗ് ദ ബോറോയിങ് ദ ഫിസിക്കൽ ഇയർ ആയിരിക്കും. ഇനി പ്രൈമറി ഡെഫിസിറ്റ് കാണുന്നതിന് ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് ഫൈനൽ ഡെഫിസിറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി ബഡ്ജറ്ററി പോളിസി അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസി എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഇതിൽ. സോ ദ ഐറ്റംസ് ഓഫ് ദിസ് ഗവൺമെൻറ് ഷെഡ്യൂൾ സ്പെൻഡ് ദ റൈസ് ഓഫ് ദി റിസോഴ്സസ് ഓഫ് എനി എക്സ്പെൻഡിച്ചർ. ഇതാണ് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോളിസീസ് ആണ്. സോ ഫിസിക്കൽ മെഷേഴ്സ് മെഷർ ചെയ്യുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചേഴ്സ് വഴിയോ അല്ലെങ്കിൽ ടാക്സേഷൻസ് വഴിയോ പബ്ലിക് ബോറോയിങ്സ് അതർ മെഷേഴ്സ് വഴിയോ ആയിരിക്കും. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ബഡ്ജറ്റ് എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ട് എക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെഡ്യൂസിങ് എക്കണോമിക് വെൽത്ത് ഇന്നിക്വാളിറ്റി ഒക്കെ വരുമ്പോൾ അതിന് ഈ ബഡ്ജറ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തൊഴിലിന് കൂടുതൽ അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ പ്രൈസിൻ്റെ സ്റ്റെബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ബാലൻസ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ടു കറണ്ട് ബാലൻസ് പേയ്മെൻറ്റ് ഓഫ് എനി ഡെഫിസിറ്റിനും ടു പ്രൊവൈഡ് ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻസിനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതാണ് Government and budget. Thank you for watching in National Institute Online Academy.